കേരളത്തിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്യുന്നുവെന്ന് ദേശീയ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ കണ്ടെത്തിയിട്ടും പരിശോധനകൾ കർശനമാക്കാതെ ആരോഗ്യവകുപ്പ്. ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ 56 ബാച്ചുകളിൽ 21 ബാച്ചുകൾ കേരളത്തിൽ നിന്നായിരുന്നു. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, അത് വളരെ ഗുരുതരമായൊരു സാഹചര്യം കൂടിയാണ്. ഇത് 21 ബാച്ചുകൾ ഗുണനിലവാരമില്ല എന്ന് കണ്ടെത്തിയതിനു ശേഷവും ഈ വിഷയത്തിൽ പരിശോധനകളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നില്ല എന്നാണ്. ഈ സംസ്ഥാനത്തെ മരുന്നുകളുടെ കാര്യം നമ്മൾ പലതവണ വാർത്ത നൽകിയിട്ടുള്ളതാണ്. കേരളത്തിൽ വിതരണം ചെയ്യുന്ന ഭൂരിഭാഗം മരുന്നുകളും ഗുണനിലവാര പരിശോധന നടത്താതെയാണ് ആളുകളിലേക്ക് എത്തുന്നത്. വ്യാപകമായി മരുന്ന് വിതരണം ചെയ്ത് അത് ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർ പരാതി കൊടുക്കുമ്പോഴാണ് അത് പിന്നീട് അതിന്റെ സാമ്പിൾ പരിശോധിക്കുന്നതും അത് ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തി പിന്നീട് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതും. അപ്പോൾ ഈ സ്റ്റോപ്പ് മെമ്മോ നൽകുമ്പോഴേക്കും അത് വ്യാപകമായി വിതരണം ചെയ്ത് കഴിഞ്ഞപ്പെട്ട് ഒരുപാട് പേർക്ക് ഇത് നൽകിയിട്ടുണ്ടാവും. അതിനിടയിൽ തന്നെ അത്തരത്തിലുള്ളൊരു ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇപ്പോൾ ദേശീയ ഡ്രഗ്സിന്റെ ഓർഗനൈസേഷനും, അതായത് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും ഇപ്പോൾ അടുത്തിടെ ഒരു പരിശോധന നടത്തിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സാമ്പിളുകൾ അടക്കം ശേഖരിച്ചിരുന്നു. ഇതിൽ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിരിക്കുന്നത് 56 ബാച്ച് മരുന്നുകളാണ്. ഇതിൽ 21 ബാച്ച് മരുന്നുകളും ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന കാര്യം. അത് KMCയിലാണ് ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ തന്നെ സംസ്ഥാനത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മൂത്രസംബന്ധമായ രോഗങ്ങൾക്കുള്ള ചില മരുന്നുകൾ, ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ, ക്യാൻസർ ചികിത്സയ്ക്കുള്ള ചില മരുന്നുകൾ, ഇതൊക്കെ തന്നെയാണ് ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷവും അത്തരത്തിലൊരു പരിശോധന നടത്തി വ്യാപകമായി ഗുണനിലവാരമില്ല എന്ന് ഓർഗനൈസേഷൻ പറഞ്ഞതിന് ശേഷവും, ഒരു നിർദ്ദേശം നൽകിയതിനു ശേഷവും ഇപ്പോഴും സംസ്ഥാനത്ത് ആ പരിശോധനകൾ കാര്യക്ഷമമല്ല എന്നുള്ളതാണ്. ഈ മരുന്നുകൾ അത് കൃത്യമായി പരിശോധിക്കാതെ ആളുകളിലേക്ക് എത്തുന്നത് ആന്റിബയോട്ടിക്കുകളുടെയൊക്കെ അമിതമായ ഉപയോഗം കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ശരീരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മറ്റ് പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും. ഇത് കൃത്യമായി പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ വിതരണം ചെയ്യാവൂ എന്നുള്ള ഒരു നിയമം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ നിയമത്തിൻ്റെ ഒക്കെ നഗ്നമായ ലംഘനമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഈ മരുന്നുകൾ പരിശോധന നടത്താതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് വ്യാപകമായി വിതരണം ചെയ്ത് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിലൊരു പരാതി കിട്ടുന്നത്. അപ്പോഴായിരിക്കും ഇതിൻ്റെ പരിശോധന, ഇതിൻ്റെ വിതരണം നിർത്തിവെച്ച് പരിശോധന നടത്തുന്നത്. ഏതായാലും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നേ മതിയാകൂ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാനം അതിൽ വീഴ്ച വരുത്തുകയാണ്. വീണ. ഓക്കെ, ശരി രശ്മി.